എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താണ്? a cube plus 3a square b plus 3ab square plus b cube. a cube plus 3a square b plus 3ab square plus b cube. ശരി, ഇത് നമ്മൾ ലാസ്റ്റ് ഇവിടെ പറഞ്ഞു നിർത്തിയ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഓക്കെ, റൂട്ട് ഓഫ് -16 അതിന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. റൂട്ട് ഓഫ് -16ന്റെ ആൻസർ അത് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആരായിരുന്നു അത്? പറഞ്ഞോളെ, പറഞ്ഞോ. അതിന് വാല്യൂ ഇല്ലല്ലോ. അതിന് വാല്യൂ ഇല്ല? ഇല്ല. ആരുടെ സൗണ്ട് ആണത്? നന്ദന. ശരി ശരി ശരി. റൂട്ട് ഓഫ് -16 വാല്യൂ ഇല്ല എന്നാണ് കിട്ടിയത്. റൂട്ട് ഓഫ് -16 വാല്യൂ ഇല്ലായിരുന്നു. റൂട്ട് ഓഫ് -16 നമ്മൾ ഇത്ര നാളും വാല്യൂ ഇല്ലായിരുന്നു, പക്ഷെ ഇനി മുതൽ വാല്യൂ ഉണ്ട്. നന്ദന, ഇത്ര നാള് നെഗറ്റീവ് നമ്പറിന് റൂട്ടില്ല എന്നാണ് നിങ്ങൾ പഠിച്ചേക്കണത് കേട്ടോ. നെഗറ്റീവ് നമ്പറിന് റൂട്ടില്ല എന്ന് പഠിച്ചിരിക്കുന്നത് റിയൽ നമ്പറിനെ പറ്റിയായിരുന്നു, നിങ്ങൾക്ക് അറിയാമുള്ളൂ. ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പർ ആണ് പഠിക്കുന്നത്. കോംപ്ലക്സ് നമ്പറിന്റെ കേസ് വരുമ്പോൾ നെഗറ്റീവ് നമ്പറിനും റൂട്ടുണ്ട്. കോംപ്ലക്സ് നമ്പറിനകത്ത് നെഗറ്റീവ് നമ്പറിനും റൂട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. എങ്ങനെയാണ്ടല്ല റൂട്ട് ഓഫ് -16 എങ്ങനെ കാണും? ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് റൂട്ട് ഓഫ് -16 റൂട്ട് ഓഫ് 16 ഇൻറ്റു -1 എന്ന് എഴുതാലോ. -16 16 ഇൻറ്റു -1 എന്ന് എഴുതും. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 16 ഇൻറ്റു ഈ -1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെല്ല -1ന് പകരം എന്ത് എഴുതാം നമ്മളെ? ഐ ആണോ? -1 -1ന് പകരം എന്താന്ന് അറിയില്ലെന്നോ? -1ന് പകരം 1 അല്ല. -1ന് പകരം എങ്ങനെയാ 1 എഴുതണത്? -1ന് പകരം 1 എഴുതാൻ പറ്റില്ലല്ലോ. അറിയില്ല. എന്താ എഴുതാ അൽവാനെ -1ന് പകരം? ഐ സ്ക്വയർ ഈക്വൽ ടു -1. ഇപ്പൊ നമ്മൾ എത്ര ദിവസം ഇത് പറഞ്ഞു തുടങ്ങിയിട്ട്? ഐ സ്ക്വയർ -1ന് പകരം ഐ സ്ക്വയർ എന്ന് എഴുതാം. ഐ സ്ക്വയർ. ഇനി റൂട്ട് കാണുക. റൂട്ട് ഓഫ് 16 +or-4. ഐ സ്ക്വയറിന്റെ റൂട്ട് ഐ +or-4i ആണ് റൂട്ട് ഓഫ് -16. റൂട്ട് ഓഫ് -16 ഈക്വൽ ടു +or-4i. നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും കേട്ടോ. നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് എടുത്താൽ കിട്ടുന്നത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഉറപ്പായിട്ടും കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതുപോലെ റൂട്ട് -25 ചോദിച്ചാലോ? റൂട്ട് ഓഫ് -25 റൂട്ട് ഓഫ് -25 ആണ് ചോദിച്ചെങ്കിൽ റൂട്ട് ഓഫ് 25 ഇൻറ്റു -1. ഈ സ്റ്റെപ്പ് ഒന്നും വേണമെന്നില്ല കേട്ടോ, ഒറ്റയടിക്ക് ക്യാൻസൽ എഴുതിയാൽ മതി. ഞാൻ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. 25 ഇൻറ്റു -1 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 25 ഇൻറ്റു -1ന് പകരം ഐ സ്ക്വയർ. 25ന്റെ റൂട്ട് +or-5, ഐ സ്ക്വയറിന്റെ റൂട്ട് +or-5i. റൂട്ട് ഓഫ് -49 ആണെങ്കിലോ +or- ഒറ്റയടി ക്യാൻസൽ എഴുതുന്നു കേട്ടോ. റൂട്ട് ഓഫ് -49 എന്ത് വരും അനീസ? അനീസ നിസാർ സാർ +or-7i. +or-7i. അതായത് നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ റൂട്ട് എടുത്തുള്ളുക സാധാരണ പോലെ. റൂട്ട് 49 +or-7 നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ എൻ്റെ കൂടെ അയ്യോടെയും വരും, അത്രേ ഉള്ളൂ. +or-7i +or-7i. അത് നോട്ട് ചെയ്തു വെച്ചേ. ഹെഡിങ് എഴുതിയിട്ടില്ലേ? നെഗറ്റീവ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സോറി റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ.
Square root of a negative number. If a is a positive real number, 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 then root of minus a equal to, a is a positive real number, then root of minus a equal to, എന്തായിരിക്കും അബിയ root of minus a? Root a into minus 1. Eh? Root a into minus 1. a into minus 1. a ഒരു റിയൽ നമ്പർ ആണെങ്കിൽ റൂട്ട് ഓഫ് മൈനസ് എ, മൈനസ് എയുടെ റൂട്ട് എന്താണ്? റൂട്ട് ഓഫ് മൈനസ് എ ഈക്വൽ ടു, ഇവിടെ പറഞ്ഞൊന്നും കേൾക്കണല്ലോ അല്ലേ അബിയ? റൂട്ട് ഓഫ് മൈനസ് എ ഈക്വൽ ടു എന്ത് വരും ദേവിക? Sir, positive or negative AI na? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? AI. എ ഐ. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ശരിയാ, ഐയും ശരിയാ. എ എങ്ങനെയാ കിട്ടണേ? എയുടെ റൂട്ട് എടുക്കുമ്പോൾ എ തന്നെയാണോ വന്നെ? ഇപ്പൊ 4ന്റെ റൂട്ട് എടുക്കുമ്പോൾ 4ആണോ വന്നത്? ആണോ അബിയ? 4ന്റെ റൂട്ട് 4ആ? 2. ഏ? 2. 2. അപ്പൊ എയുടെ റൂട്ട് എത്രയാ? എയുടെ റൂട്ട് 7ന്റെ റൂട്ട് എത്രയാ? 7ന്റെ റൂട്ട് 7ന്റെ റൂട്ട് എത്രയാ? ദേവിക ആൻസർ പറഞ്ഞു ദേവിക. Plus or minus root AI. പ്ലസ് ഓർ മൈനസ് റൂട്ട് എ ഐ. റൂട്ട് എ അറിയില്ല, അത് റൂട്ട് എ തന്നെ. റൂട്ട് 7 ആണെങ്കിൽ റൂട്ട് 7, റൂട്ട് 5 ആണെങ്കിൽ റൂട്ട് 5, അത് തന്നെ. പ്ലസ് ഓർ മൈനസ് റൂട്ട് എ ഐ, പ്ലസ് ഓർ മൈനസ് റൂട്ട് എ ഐ, പ്ലസ് ഓർ മൈനസ് റൂട്ട് എ ഐ, പ്ലസ് ഓർ മൈനസ് റൂട്ട് എ ഐ. താഴെ ഇതൊക്കെ എഴുതിയ കേട്ടോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ 1, എക്സാമ്പിൾ 1, 2, 3, എക്സാമ്പിൾ 1, 2, 3. Root of a negative number. കഴിഞ്ഞെങ്കിൽ അടുത്ത ഹെഡിങ് കൊടുത്തോളുക. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എം ആണ് കേട്ടോ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ശ്രദ്ധിക്കുക കേട്ടോ, ഒന്നും എഴുതണ്ട. മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, അതിനുശേഷം എഴുതിയാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ ഇസഡ് ഈക്വൽ ടു 2 + 3i. ഒരു കോംപ്ലക്സ് നമ്പർ കേട്ടോ. ഇസഡ് ഈക്വൽ ടു 2 + 3i. ഇസഡ് ഈക്വൽ ടു 2 + 3iയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്കതൊന്നും ഇല്ല കേട്ടോ, ഒന്നും പറഞ്ഞിട്ടില്ല. ഇസഡ് ഈക്വൽ ടു 2 + 3iയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഗ്രാഫായിട്ട് എഴുതാം. ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഇവിടെ ഇസഡ് ഈക്വൽ ടു 2 + 3i എന്നാണെങ്കിൽ ഇതിന്റെ റിയൽ പാർട്ട് 2, റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് 3. റിയൽ പാർട്ട് 2 ആണ്, ഇമാജിനറി പാർട്ട് 3 ആണ്. അപ്പോൾ ഈ 2, 3 എന്ന പോയിന്റ് ആണ് ആ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്.
ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ആണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ആ ഭാഗമൊന്നും ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കുന്നത് z ഈക്വൽ ടു 2 + 3i ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് 3. അപ്പൊ 2 3, x ഈക്വൽ ടു 2, y ഈക്വൽ ടു 3. ഈ 2 3 എന്ന പോയിന്റ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എക്സ് വൈ, എക്സിനകത്ത് 2 1 2, വൈക്കകത്ത് 1 2 3, 2 3 എന്ന പോയിന്റ്. ഈ പോയിന്റ് ആണ് ആ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോയിന്റ് മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കോംപ്ലക്സ് നമ്പറിനെയും ഇതുപോലെ ഗ്രാഫായിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ്. അപ്പൊ ഏത് കോംപ്ലക്സ് നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരില്ല കേട്ടോ. ഒറ്റ പോയിന്റും റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഏത് കോംപ്ലക്സ് നമ്പർ എടുത്താലും അതിനനുസരിച്ച് വേറെ വേറെ പോയിന്റ് ഉണ്ടായിരിക്കും. കോംപ്ലക്സ് നമ്പർ മാറുന്നതനുസരിച്ച് പോയിന്റും മാറിക്കൊണ്ടിരിക്കും. കോംപ്ലക്സ് നമ്പർ മാറുന്നതനുസരിച്ച് പോയിന്റുകളും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോയിന്റ് കൊണ്ടാണ്. ശരി, ഇനി ഞാൻ ചോദിക്കുന്നതാണ് കേട്ടോ, ഇത് ആ പോയിന്റ് ആണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിലേക്ക് ഇത് ഒറിജിനിൽ നിന്ന് ഈ കോംപ്ലക്സ് നമ്പർ ഞാൻ പി എന്ന് പേര് കൊടുത്തിട്ടോ. ഈ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം, ഒറിജിനിൽ നിന്ന് ആ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്നാണ് കേട്ടോ, ഒറിജിനിൽ നിന്ന് ആ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാൻ പറ്റും നമുക്ക്? ആൻമരിയ, പല മാർഗങ്ങളുണ്ട്, ഏതെങ്കിലും പറഞ്ഞാൽ മതി. മോഡുലസ് ഓഫ് ആണ്. അതെങ്ങനെ കാണണെന്നാണ് ചോദിച്ചേ. എനിക്കറിയില്ല സാർ. അറിയില്ല. ആ ഡിസ്റ്റൻസ് ഒറിജിൻ മുതൽ പി വരെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കാൽവിൻ. സാറേ, ആ 2 തൊട്ട് 3 വരെയുള്ള നമ്മളെ ഹൈറ്റ്, പിന്നെ ബ്രെഡ്ത്ത് എടുത്തിട്ട് മറ്റേ ഹൈപ്പോട്നൂസ് അല്ലേ മറ്റേ സംഭവം? അതെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനാണോ നീ ഉദ്ദേശിക്കുന്നത്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം കേട്ടോ. പൈതഗോറസ് തിയറം ശരി. വേറെ മാർഗമുണ്ട്, നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് തൽക്കാലം ഇത് അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ പിയിൽ നിന്ന് താഴത്തേക്ക് നേരെ വരച്ചാൽ 2 വില് വന്ന് കിട്ടും കേട്ടോ. പിയിൽ നിന്ന് വരച്ചാൽ താഴത്തെ വില്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. ഈ കിട്ടിയിരിക്കുന്ന ട്രയാംഗിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ താഴത്തെ സൈഡിന്റെ ലെങ്ത് 2 ആണ്. താഴത്തെ സൈഡിന്റെ ലെങ്ത് 2. ഈ ലെങ്ത് എത്രയാണ്? ഈ ലെങ്ത് 3 ആണ്. ഈ ലെങ്ത് 3 ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എന്താ? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താണ്? എന്താ ആൽഫിയ പൈതഗോറസ് തിയറം? Hypotenuse square is equal to altitude square plus base square. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? OP സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് OP ആണ് കേട്ടോ. OP സ്ക്വയർ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. OP സ്ക്വയർ ഈക്വൽ ടു താഴത്തെ ബേസ് 2 യൂണിറ്റ് ആണ്, 2 സ്ക്വയർ പ്ലസ് അടുത്തത് ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് 3 ആണ്, 3 സ്ക്വയർ. OP സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് OP സ്ക്വയർ ഈക്വൽ ടു 4 + 9 ഈക്വൽ ടു 13 എന്ന് വരും. നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് OP ആണ്. OP ഈക്വൽ ടു √13. OP ഈക്വൽ ടു √13. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒറിജിനിൽ നിന്ന് കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്ന് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ വരെയുള്ള ആ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കേട്ടോ, ആ ഡിസ്റ്റൻസിനാണ് മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ മോഡുലസ് പോലെ തന്നെ മോഡ് ഇസഡ്. മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഇസഡ്. മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു ഇതുണ്ടോ ഇവിടെ നമ്മുടെ ഫോർമുല ഇതല്ലേ? OP സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ്. അപ്പൊ OP എന്ത് വരും? ഇവിടുന്ന് ഞാൻ കണ്ടുപിടിച്ച് വെച്ചെന്നുള്ളൂ. ഇവിടുന്ന് OP ഈക്വൽ ടു √2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ? ഇവിടെ കേട്ടോ
ഒ പി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണെങ്കിൽ ഒ പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അതായത് മോഡുലസ് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ 3 സ്ക്വയർ. ഇതെങ്ങനെയാണ് മോഡുലസ് കണ്ടുപിടിക്കുന്നത്? മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ചുരുക്കി പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ മുതൽ ആ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഒറിജിനിൽ നിന്ന് ആ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് മോഡുലസ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ നമ്പറിന്റെ മോഡുലസ് എഴുതുന്ന പോലെ തന്നെ 2 വര വരച്ചിട്ട് ഇസഡ് എന്ന് എഴുതും. മോഡുലസ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ മോഡുലസ് എന്തായിരിക്കും? മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ മോഡുലസ് ഓഫ് ഇസഡ് എന്തുവരും സാലിഹേ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അതിന്റെ മോഡുലസ്. അപ്പോൾ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ, അതിനാണ് മോഡുലസ് എന്ന് പറയുന്നത് കേട്ടോ. അത് നോട്ട് ചെയ്തേ. The modulus of a complex number z equal to a plus ib. The modulus of a complex number z equal to a plus ib is denoted as, the modulus of a complex number z equal to a plus ib is denoted as 2 വര വരച്ചിട്ട് z mod z. The modulus of a complex number z equal to a plus ib is denoted as mod z and is defined as mod z equal to root of a square plus b square. ബോർഡിലുണ്ട് കേട്ടോ. mod z equal to root of a square plus b square. എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞിട്ട് ആ മുകളിലുള്ളത് എഴുതിക്കൊള്ളൂ കേട്ടോ. മുകളിലുള്ള കണ്ടുപിടിച്ചോളൂ. എക്സാമ്പിൾ 1 z equal to 2 plus 3i. Modulus of z equal to root of 2 square plus 3 square, root of 4 plus 9 equal to root 13. Root 13. വേറെ ഒരെണ്ണം തരാം, ഒരു എക്സാമ്പിൾ ഒന്നും തരാം. എക്സാമ്പിൾ 2 z equal to 3 minus 4i. z equal to 3 minus 4i. അതിന്റെ മോഡുലസ് z equal to 3 minus 4യുടെ മോഡുലസ് എന്ത് വരും ഫർസിനെ? mod x is equal to 3 square minus 4 square. 3 square minus 4 square. minus 4 square. ഇതാണോ? അങ്ങനെയാണോ? root of. ശരിയാണോ? root of. ആണോ? അല്ല. പ്ലസ് ആണോ ഇടയില്? ഇതല്ല. ഞാൻ എന്നെ പറഞ്ഞ വേർഡ്സിൽ ഞാൻ പറഞ്ഞെന്തായിരുന്നു? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഞാൻ വേർഡ്സിൽ പറഞ്ഞായിരുന്നു, എഴുതിയിട്ടില്ല എന്നുള്ളൂ. റൂട്ട് ഓഫ് റിയൽ പാർട്ട് പ്ലസ് ഇടയിൽ. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഇവിടെ എന്താ?
റിയൽ പാർട്ട് എത്രയാ? 3. 3. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് എത്രയാ? 4. അല്ല 4i. അല്ല Minus 4i. -4i അല്ല. ഇമാജിനറി പാർട്ട് എന്താണ്? എന്താ നെസ്റിനെ ഇമാജിനറി പാർട്ട്? -4. -4 ആണ് കേട്ടോ. നീ ആൻസർ പറഞ്ഞില്ല. -4 ഐയുടെ കൂടെ വരുന്നതാണ് ഇമാജിനറി പാർട്ട്. ഐയുടെ കൂടെ എന്താണോ അതാണ് ഇമാജിനറി പാർട്ട്. ഇവിടെ -4i എന്നാണ്. അപ്പോൾ ഐയുടെ കൂടെ വന്നിരിക്കുന്നത് -4 ആണ്. ഐയുടെ കൂടെ വന്നിരിക്കുന്ന -4 ആണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് -4ന്റെ സ്ക്വയർ √3 സ്ക്വയർ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് -4ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് √9 + 16 √25 = 5. √25 = 5 എന്ന് വരും. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ കേട്ടോ. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. എന്നോരോണം ചെയ്തോ. 3 -4 -2i z = -4 -2i. mod z √ എന്തോരും തമന്ന? √4² + -2² -4² + -2². Okay. √16 + 4 √20. ഓക്കെ അല്ലേ? ശരി. അടുത്ത ഹെഡിങ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, പ്രോബ്ലം ചെയ്യാൻ നേരത്ത് എഴുതിയിട്ടൊന്നുമില്ലായിരുന്നു. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോൺജുഗേറ്റ് conjugate of a complex number. Okay. കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. നിങ്ങൾക്കറിയാം എന്താ എഴുതേണ്ടതെന്നുള്ളത്. z = a + ib ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് z ബാർ എന്നാണ് കേട്ടോ. z ബാർ. z ഇട്ടിട്ട് മുകളിൽ ഒരു വര വരയ്ക്കും. z ബാർ. റീഡ് ചെയ്യുന്നത് z കോൺജുഗേറ്റ് എന്നാണ് കേട്ടോ. റീഡ് ചെയ്യുന്നത് z കോൺജുഗേറ്റ്. z ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു വര വരയ്ക്കും. z ബാർ. അതിനെ റീഡ് ചെയ്യുന്നത് z കോൺജുഗേറ്റ് എന്നാണ്. z കോൺജുഗേറ്റ് = നിങ്ങൾക്ക് ആൻസർ അറിയാലോ. എന്താ അൽവാനെ z കോൺജുഗേറ്റ്? a - ib ആണോ? a - ib. z കോൺജുഗേറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ, എങ്ങനെ കിട്ടണത്? ഈസ് ഒബ്റ്റൈൻഡ് ബൈ ചേഞ്ചിങ് ദി സൈൻ ഓഫ് ദി ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് കിട്ടും. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് z ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ z ബാർ എന്നാണ്. മുകളിൽ ഒരു വര കൊടുക്കുക. z ബാർ കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ആ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ ചേഞ്ച് ചെയ്താൽ കിട്ടുന്നതാണ് കോൺജുഗേറ്റ്.
കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇമാജിനറി പാർട്ടിന്റെ സൈൻ ചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോഞ്ചുഗേറ്റ് കിട്ടും. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾസ് തരാം. Z1 ഈക്വൽ ടു 2 + 3i. എന്താ എന്റെ കോഞ്ചുഗേറ്റ്? Z1ന്റെ കോഞ്ചുഗേറ്റ്, Z1 കോഞ്ചുഗേറ്റ് എന്ത് വരും അലീന? Z1 കോഞ്ചുഗേറ്റ് അലീന സമദ്. 2 minus 3i. 2 minus 3i. Then Z2 equal to minus I plus 2. Z2 conjugate. Z2 conjugate എന്തായിരിക്കും? എന്തായിരിക്കും നന്ദന? minus 2i plus 3 അല്ല minus 3i. Z2 equal to minus I plus 2. ഇതിന്റെ കോഞ്ചുഗേറ്റ്, ആ കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റ്. വേറെ എന്തോരം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ നന്ദന? എന്നിട്ട് ഈ കെണി പിടിച്ചത് എന്നോട് ചോദിച്ചല്ലോ അല്ലെ? ഇന്നത്തെ കെണിയൊന്നും ഇല്ല കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. പെട്ടെന്ന് പറഞ്ഞോ. എങ്ങനെയാ കോഞ്ചുഗേറ്റ് കിട്ടണേ നന്ദന? എങ്ങനെയാ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണേ? കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇവിടെ പറഞ്ഞൊന്നും കേൾക്കണില്ല അല്ലേ? സാർ ഞാൻ കേക്കണ്ട്, ഇവിടെ ഉണ്ടല്ലോ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അപ്പൊ കട്ടായി പോകണ്ട ഇടയ്ക്ക്. ആ നന്ദന പറഞ്ഞ എനിക്ക് ക്ലിയർ ആ, കട്ടായി പോണൊന്നുമില്ല. അല്ല കുറച്ചു മുമ്പ് സത്യമായിട്ടും കട്ടായി പോയി. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോ, ഞാൻ അങ്ങനെ അല്ലാന്ന് ഞാൻ പറഞ്ഞോ? നന്ദന പറയുന്നത് എനിക്ക് ക്ലിയർ ആണെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ആലോചിച്ച് നോക്ക്. കോഞ്ചുഗേറ്റ് എങ്ങനെയാ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണേ? ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയും പറഞ്ഞതല്ലോ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണേ എങ്ങനെയാന്ന്. പക്ഷേ എങ്ങനെയാ അഫ്ല കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണേ? minus i minus 2. മൈനസ് ഐ minus 2. അതെങ്ങനെയാ കിട്ടിയത്? മൈനസ് ഐ അല്ലല്ല മൈനസ് minus 2. പെട്ടെന്നാവട്ടെ, എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഈ കോഞ്ചുഗേറ്റ് കിട്ടണേ എങ്ങനെയാ? നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇവിടെ നിന്ന് ഉത്തരം പറ. ഇല്ല. എങ്ങനെയാ അഫ്ല കോഞ്ചുഗേറ്റ് കിട്ടണേ? I plus 2. I plus 2. I plus 2. I plus 2. ഇമാജിനറി പാർട്ട് ഇവിടെ മൈനസ് ഐ ആണ്. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിയാൽ മതി കേട്ടോ. I plus 2. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രം മാറ്റുക, റിയൽ പാർട്ടിന്റെ സൈൻ മാറ്റരുത്. ഇമാജിനറി പാർട്ട് ആദ്യമോ അവസാനമോ ഒക്കെ വരാം. ഇമാജിനറി പാർട്ടിന്റെ മാത്രം സൈൻ മാറ്റുക, അപ്പോൾ കിട്ടുന്നതാണ് കോഞ്ചുഗേറ്റ്. അപ്പൊ എഴുതി വെച്ച് കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഹെഡിംഗ് എഴുതുക. ദ കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ Z equal to a plus ib. Conjugate of a complex number Z equal to a plus ib. The conjugate of a complex number Z equal to a plus ib. Conjugate of a complex number Z equal to a plus ib is denoted by Z bar. Is denoted by Z bar. Conjugate of a complex number Z equal to a plus ib is denoted by Z bar and is defined as Z bar equal to a minus ib and is defined as Z bar equal to a minus ib and is defined as Z bar equal to a minus
IB. That is conjugate of a complex number is obtained by, that is conjugate of a complex number is obtained by, conjugate of a complex number is obtained by changing the sign of its imaginary part. Conjugate of a complex number is obtained by changing the sign of its imaginary part. Changing the sign of its imaginary part. Changing the sign of its imaginary part. Example. ബോർഡിലുള്ളൊക്കെ എഴുതിക്കൊള്ളുക കേട്ടോ. Z1, Z2, Z3 ഒക്കെ ഉണ്ട്. Z3 equal to -1 minus I. Z4 equal to 4 minus 5I. Z3 conjugate, Z4 conjugate. കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അലീഫ, മൂന്നാമത്തെ ആൻസർ എന്താണ് അലീഫ? -1 plus I. -1 plus I. അനീറ്റ, അവസാനത്തിന്റെ ആൻസർ? 4 plus 5I. ശരി, 4 plus 5I. 4 plus 5I. ഇന്നലെ ആ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞപ്പോഴേ ആ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് എഴുതിയപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതിയിട്ടില്ലെന്ന് നോക്കി. നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ? പെട്ടെന്ന് പറ. എഴുതി. ഓക്കെ, ശരി. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നമുക്ക് എക്സസൈസിലേക്ക് വരാം കേട്ടോ. എക്സസൈസ് 5.1 നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്തതെന്ന് തോന്നുന്നു, ആണോ? 10 ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത നോക്കി, ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദി കോംപ്ലക്സ് നമ്പേഴ്സ് ഗിവൺ ഇൻ എക്സസൈസ് 11 to 13. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ആ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. എങ്ങനെയാ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടണേ? കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ് ഭീമാ നവാസെ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കാണും ഒരു കോംപ്ലക്സ് നമ്പറിന്റെ? 1 ചെയ്യുമ്പോ 1 എന്ത് ചെയ്യണം? Z ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? 1/Z. ഇപ്പൊ മറച്ചു നോക്കിയപ്പോ കണ്ടതാണോ? അല്ല. Z ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ 1/Z ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കേട്ടോ. Z കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ 1/Z. അപ്പൊ ഇത് ഓരോന്നിന്റെയും ഡിവൈഡ് ചെയ്താൽ മതി. 1 കണ്ടാ മതി. ഒന്നാമത്തത് 4 - 3i ആണല്ലോ. 4 - 3 ആണ്. അപ്പൊ Z ഈക്വൽ ടു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 - 3i. 4 - 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ 1 എന്ത് വരും? 4 - 3i. 1/4 - 3i ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അത്രയും ചെയ്താൽ പോരാട്ടോ, ഡിവിഷൻ കൂടി നടത്തണം. 1/4 - 3i.
This is equal to 1 by 4 minus 3i equal to 1 by 4 minus 3i. ഇനി എന്ത് ചെയ്യണം? ഡിവിഷന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സിംപ്ലിഫൈ ചെയ്ത് എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതണം കേട്ടോ. റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് എന്നുള്ള ആ സ്റ്റൈലിലേക്ക് മാറ്റി എഴുതണം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും. ഇപ്പൊ എന്ത് ചെയ്യാം ഹരി? മൾട്ടിപ്ലൈ 4 പ്ലസ് 3i. 4 പ്ലസ് 3i കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. 4 പ്ലസ് 3i കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. 4 പ്ലസ് 3i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ. മുകളിലൊന്നും ചെയ്യാനില്ല. 1 into 4 plus 3i ആണ്. 1 into 4 plus 3i 4 plus 3i. ന്യൂമറേറ്റർ ഓക്കെ, വളരെ എളുപ്പ. 1 into 4 plus 3i 4 plus 3. ഡിനോമിനേറ്റർ എന്ത് വരും? ഡിനോമിനേറ്റർ എങ്ങനെയാണ് ചെയ്യണത് നുസ്ര? സാർ 4 plus 3i തന്നെ വരില്ലേ? അതെങ്ങനെയാണ് 4 plus 3i എന്ന് വരുന്നത്? എന്താ ഇവിടുത്തെ ഡിനോമിനേറ്റർ? 4 minus 3i into 4 plus 3i. അതിന്റെ ആൻസർ എത്രയാ? ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു അനുസ്ര? ഇല്ല, എനിക്കുറപ്പായില്ല എന്നുള്ളത്. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കിയെങ്കിൽ ഇതിന് മറുപടി പറയാൻ യാതൊരു വിഷമം ഉണ്ടാവില്ല. എങ്ങനെയാ ഫാദേ? 4 into 4. 4 into 4. പിന്നെ minus 3i into 3i. minus 3i into 3i. പിന്നെ അത്രയല്ലേ ഉള്ളൂ. 4 into 4. 4 into 4 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ. പിന്നെ minus 3i into 3i. minus 3i into 3i എത്ര വരും? minus 3i square. minus 3i സ്ക്വയർ. minus 3i into minus 3i യുടെ സ്ക്വയർ. ഇതൊരു ഐഡന്റിറ്റി ആണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ആണിത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ. 4ന്റെ സ്ക്വയർ മൈനസ് 3i ആണ് രണ്ടാമത്തെ ടേം. 3i യുടെ സ്ക്വയർ. ഇന്നലെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇന്നലെ ഡിവിഷൻ ഒരു 3-4 ക്വസ്റ്റ്യനെങ്കിലും ചെയ്തതാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങൾ തലേദിവസത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ, അല്ലാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാനിവിടെ പേര് എഴുതി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. This is equal to 4 plus 3i divided by 4 square 16 വരും മൈനസ് 3i യുടെ സ്ക്വയർ. അതിന്റെ വാല്യൂ എത്ര വരും? എത്ര അഞ്ജന? 9. പ്ലസ് 9 ആണോ മൈനസ് 9 ആണോ? -9. ഏത് മോളെ? 3i യുടെ സ്ക്വയറിന്റെ കാര്യമാണോ പറഞ്ഞത്? 3i സ്ക്വയർ ഈക്വൽ ടു -9 ആണോ? 3i square is equal to minus അല്ല -9 അല്ല പ്ലസ് പോസിറ്റീവ്. എന്നെ ഇത് മാത്രം പറഞ്ഞാൽ ഇത്രയും പറഞ്ഞാൽ ഈ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു കേട്ടോ. ഈ നടുക്കുള്ള മൈനസ് ഇവിടെ കൊടുത്തു. ഇനി എനിക്ക് അറിയേണ്ടത് 3i സ്ക്വയർ എത്രയാണെന്ന് മാത്രം. ദിസ് ഈസ് ഈക്വൽ ടു 3i സ്ക്വയർ 9 into -1. അപ്പോൾ -9. ശരി, മൈനസും പ്ലസ് ആയിക്കോളും. 4 plus 3i by 25. This is equal to 4 by 25 real part plus 3 by 25i imaginary part. 4 by 25 plus 3 by 25i.
റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട്. ആ ഫോമിൽ എഴുതണം കേട്ടോ ആൻസർ. ഏത് കോംപ്ലക്സ് നമ്പർ ചോദിച്ചാലും റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടിന്റെ സമ്മ് ആ രീതിയിൽ എഴുതണം. റിയൽ പാർട്ട് പ്ലസ് ഓർ മൈനസ്, ചിലപ്പോൾ പ്ലസ് ആയിരിക്കും ചിലപ്പോൾ മൈനസ് ആയിരിക്കും. ഇമാജിനറി പാർട്ട് ആ സ്റ്റൈലിൽ വേണം ആൻസർ എഴുതാനായിട്ട്. അടുത്തൊക്കെ ചെയ്തോളുക കേട്ടോ. 12, 13 ഒക്കെ ചെയ്തോളുക. 12 √5 + 3i എന്ത് കാണാനാണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ തന്നെയാണ്. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോവിംഗ് എന്നാണ് ചോദിച്ചേക്കുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. ക്വസ്റ്റ്യൻ നമ്പർ 12. Z equal to √5 + 3i. Multiplicative inverse equal to 1/z. That is 1/√5 + 3i. (1/√5 + 3i) എന്തുകൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എന്താ സോജു? കോൺജുഗേറ്റ് കൊണ്ട്. പറ, കോൺജുഗേറ്റ് പറ. √5 - 3. √5 - 3i. √5 - 3i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. മുകളില് 1 × √5 - 3i, അപ്പോൾ അത് √5 - 3i, ഒന്നും ചെയ്യാനില്ല. താഴെ a + b × a - b ഫോമിലാണ്. a + b × a - b ഫോമിൽ വരും. എന്ത് വരും അദീന? താഴത്തെ ആൻസർ സർ √5² - 3i² √5² - 3i². ശരി, അത് എത്ര വരും എന്ന് പറഞ്ഞാ നീ? √5 - 3i ഡിവൈഡ് ബൈ √5² 5 മൈനസ് 3i². മറ്റേ 9 × -1 വരുമ്പോ -9 പ്ലസ് ആവും. 5 + 9. അപ്പൊ √5 - 3i/14. ശരി. റിയൽ പാർട്ട് √5/14 മൈനസ് ഇമാജിനറി പാർട്ട് 3/14i. √5/14 - 3/14i എന്ന് കിട്ടും. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ -i ആണ്. -i. -i. Multiplicative inverse of -i 1/-i. എങ്ങനെ കാണും 1/-i? ഇഷാര? +i വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? വേറെ മാർഗങ്ങളുണ്ട്. ഇത്ര ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. +i വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ശരി. 1/-i ഇൻറ്റു +i കൊണ്ട് കോഞ്ചുഗേറ്റ്, -iയുടെ കോഞ്ചുഗേറ്റ് +i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ശരി, എന്ത് വരും ഇഷാര? ന്യൂമറേറ്റർ എന്ത് വരും? i. ഡിനോമിനേറ്ററോ? -i × i. എത്രയാ? മൈനസ് അവിടെ ഇട്ടു. i × i എത്രയാ? i². i². That is i/ എന്ത് വരും? i² വാല്യൂ -1. i² -1. അപ്പൊ മൈനസ് ഓഫ് -1 +1. i/1 i/1 ഈക്വൽ ടു i എന്ന് വരും കേട്ടോ. കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇതിനകത്ത്? ഇല്ല. ഇല്ലെങ്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14. Three plus I root 5. 3 plus I root 5 into 3 minus I root 5 by root 3 plus root 2I. Root 3 plus root 2I minus root 3 minus I root 2. Equal to ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ന്യൂമറേറ്ററിനകത്ത് രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ ഫാത്തിമത്തെ. പറഞ്ഞ ഫാത്തിമത്തെ. 3 സ്ക്വയർ 3 സ്ക്വയർ മൈനസ് I root 5 whole square. വെരി ഗുഡ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ് കേട്ടോ അത്. അല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലാതെ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എയുടെ സ്ഥാനത്ത് 3 ആണ്, ബിയുടെ സ്ഥാനത്ത് ഐ റൂട്ട് 5 ആണ്. എക്ക് പകരം 3, ബിക്ക് പകരം ഐ റൂട്ട് 5. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ശരി. താഴെയോ? താഴെ സബ്ട്രാക്ട് ചെയ്യണം, രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും ഫാത്തിമത്തെ സബ്ട്രാക്ട് ചെയ്യുമ്പോ? root 3 സ്ക്വയർ. സബ്ട്രാക്ട് ചെയ്യും. അവിടെ കുറയ്ക്കാനല്ലേ പറഞ്ഞേക്കണേ? നടുക്കുള്ള സൈൻ മൈനസ് അല്ലേ, ഇൻറ്റു അല്ലല്ലോ. അല്ല, മൈനസ് അല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ ഇൻറ്റു ചെയ്താൽ ശരിയാവോ? അപ്പൊ കുറച്ച് പറ. ആദ്യത്തേന്ന് രണ്ടാമത്തേത് കുറയ്ക്കുക. root 3 minus root 3 അങ്ങനെയാണ്. root 3 minus root 3 അങ്ങനെ കുറയ്ക്കാനാണ്. എങ്ങനെ സാധാരണ എങ്ങനെയാ കുറയ്ക്കണമെന്ന് വെച്ചാൽ അതുപോലെ കുറച്ചോളണം. എങ്ങനെയാണോ സബ്ട്രാക്ഷൻ ചെയ്യണത് അതുപോലെ ചെയ്തോളുക. പെട്ടെന്ന് പറ, സമയങ്ങളല്ലേ. root 3 minus root 3. എത്ര കിട്ടും ആൻസർ? മൈനസ് 1 ആണ്. റൂട്ട് 3 റൂട്ട് 3 പോയി കഴിഞ്ഞാൽ 0. സീറോ. പിന്നെ എങ്ങനെ -1 എന്നൊക്കെ ഉത്തരം പറഞ്ഞേ ഫാത്തിമത്തെ? അതും അറിയാണ്ടത്. റൂട്ട് 3 മൈനസ് റൂട്ട് 3 0. അത് പൊക്കോളും. റൂട്ട് 3 പോകും ഇവിടെ. റൂട്ട് 3 മൈനസ് റൂട്ട് 3 പൊക്കോളും. പിന്നെ ബാക്കി എന്തുണ്ട്? root 2i minus I root 2. root 2i മൈനസ് I root 2. I root 2. minus I root 2. അപ്പൊ അതെന്താവും? പ്ലസ് ആവൂലേ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയില്ലേ? അപ്പൊ എത്ര വരും? ഈ റൂട്ട് 2i എന്ന് പറഞ്ഞാലും ഐ റൂട്ട് 2 എന്ന് പറഞ്ഞാലും ഒന്നാ. പ്ലസ് root 2i പ്ലസ് റൂട്ട് 2i. ശരിയായില്ല. ഇവിടെ ഒരു റൂട്ട് 2i ഉണ്ട്. റൂട്ട് 2i മൈനസ് 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 ഓഫ് മൈനസ് പ്ലസ് ആയി. ഇത് ഐ റൂട്ട് 2. ഐ റൂട്ട് 2 എന്ന് പറഞ്ഞാലും റൂട്ട് 2i ആണ്. ഇത് എത്ര വരും? റൂട്ട് 2iയും റൂട്ട് 2iയും കൂടെയും കൂട്ടിക്കഴിഞ്ഞാൽ 2 root 2i. 2 റൂട്ട് 2i. ഇത് പറയാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? 2 റൂട്ട് 2i. ആദ്യത്തേത് റൂട്ട് 2i ആണ്, രണ്ടാമത്തേത് ഐ റൂട്ട് 2 ആണ്. ഐ റൂട്ട് 2 എന്ന് പറഞ്ഞാലും റൂട്ട് 2i എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. മൈനസ് ഓഫ് മൈനസ് ആയി, ഇപ്പൊ പ്ലസ് ആയി. അപ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2 പ്രാവശ്യം വരും. റൂട്ട് 2i പ്ലസ് റൂട്ട് 2i 2 പ്രാവശ്യം. 2 റൂട്ട് 2i. ഇനി ന്യൂമറേറ്റർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് വരും? 3 സ്ക്വയർ 9 വരും, മൈനസ് റൂട്ട് 5iയുടെ സ്ക്വയർ. റൂട്ട് 5iയുടെ സ്ക്വയർ എത്ര വരും ഖദീജ?
5i² -5 എന്ന് വരും. -5 എന്ന് വരും. ശരി, -5 ഡിവൈഡഡ് ബൈ 2√2i ഈക്വൽ ടു 9 -5 14 അല്ലേ? 14 ബൈ 2√2i തീർന്നില്ല കേട്ടോ. i ഇവിടെ താഴെയാ വന്നേക്കണത്. 14 ബൈ 2√2i. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആ 14ഉം 2ഉം വെട്ടിക്കളഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനെ 7/√2i എന്നാക്കാം. 14ഉം 2ഉം ഞാൻ വെട്ടിക്കളഞ്ഞ് 7/√2i. ശരി, ആൻസർ തീർന്നില്ല കേട്ടോ. ഒരിക്കലും i താഴെ കിടക്കരുത്. i താഴെ കിടക്കാൻ പറ്റില്ല. A+IB ഫോം വേണം. A+IB ഫോം. i ഒരു കാരണവശാലും താഴെ വരരുത് കേട്ടോ. i ഒരു കാരണവശാലും താഴെ വരരുത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യാം? ഇനി എന്ത് ചെയ്യണ്ടല്ല? നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ മതി. 7/√2i ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? i താഴെ കിടക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോം എന്ന് പറഞ്ഞാൽ A+IB ആ. റിയൽ പാർട്ട് ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ വേണ്ട. A+i ഇൻറ്റു ബി ഇങ്ങനെ കിടക്കണം. i മുകളിലേ വരാമുള്ളൂ, അല്ലാണ്ട് i താഴെ കിടക്കാൻ പാടില്ല. 7i/√2 ആണെങ്കിൽ തീർന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഞാൻ ഇവിടെ വയ്ക്കാം. 7i/√2 എന്നാണെങ്കിൽ തീർന്നു. ഇത് ആൻസറാ, 7i/√2. ഇപ്പൊ ഇവിടെ ഇമാജിനറി പാർട്ട് 7/√2 ആണ്, റിയൽ പാർട്ട് ഇല്ല. 7i/√2 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, ആൻസർ തീരും. -√2i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. -√2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. -√2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഈ √2 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കിട്ടിയേക്കണ ഇതാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ എഴുതാം. 7/√2i എന്നാണ്. i താഴെ കിടക്കാൻ പാടില്ല. അല്ലെങ്കിൽ 1/i എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വാല്യൂ അറിയാമെങ്കിൽ അത് കൊടുത്താലും മതി. 1/i എന്താ? വാല്യൂ ഓഫ് 1/i 1/iയുടെ വാല്യൂ ആർക്കറിയാം? 1/i എന്താ അലിയ? 1/i -i ആണ്. 1/iയുടെ വാല്യൂ -i ആണ് കേട്ടോ. ഒന്നുകിൽ അത് കൊടുത്താൽ മതി. 1/i -i ആണ്. 1/i -i ആയതുകൊണ്ട് ഇത് ഞാനിവിടെ സൈഡിൽ കാണിച്ചു. 1/i -i ആയതുകൊണ്ട് -7i/√2 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, താഴത്തെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തോളുക. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എങ്ങനെ ഇപ്പൊ ചെയ്യണ്ടേ? പല മാർഗങ്ങളുണ്ടെന്നേ, പല മാർഗങ്ങളുണ്ട് കേട്ടോ, പല മാർഗങ്ങളുണ്ട്. അഫ്സറ നീ എന്താ ചെയ്തേക്കണേ? അഫ്സറേ ഇനി എന്ത് ചെയ്യണം? നീ പറഞ്ഞ പോലെ ചെയ്യാം. 7/√2i പെട്ടെന്ന് പറയടാ മുഹമ്മദ് അഫ്സർ. കേക്കാൻ പാടില്ലോടാ അവനെ. നീ മ്യൂട്ട് ചെയ്തോ, നീ പറഞ്ഞൊന്നും കേക്കാൻ പാടില്ല കേട്ടോ. എന്ത് ചെയ്യണം അൽവാനെ? നീ എങ്ങനെ ചെയ്തേക്കണേ? സാർ അറിയില്ല. എടാ അറിയാനൊന്നുമില്ല. ഇത് ഇപ്പൊ കോംപ്ലക്സിന്റെ ഡിവിഷൻ ആവുന്നേക്കണേ. √2i കൊണ്ട് ഡിവൈഡ് ചെയ്യണം. √2i എന്ന കോംപ്ലക്സ് നമ്പർ 7നെ √2i എന്ന കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവിഷന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഡിവിഷന്റെ മാർഗം എന്താ അൽവാൻ? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? എടാ കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യണേന്ന്? കോഞ്ചുഗേറ്റ് മാറ്റിയെടുക്കാം. കോഞ്ചുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യും. എന്നാ പറഞ്ഞോ, നമുക്ക് അങ്ങനെ ചെയ്യാം. കോഞ്ചുഗേറ്റ് പറഞ്ഞു ഇവിടെ 7/√2i
√2i. അതിന്റെ കോഞ്ചുഗേറ്റ് എന്താ? താഴത്തെ കോഞ്ചുഗേറ്റ് മൈനസ് √2i. -√2i ബൈ -√2i. ശരി, ന്യൂമറേറ്റർ എന്ത് വരും? -7√2i. താഴെ √2 ഇൻറ്റു √2 മൈനസ് ഉണ്ട് കേട്ടോ, ഒരു മൈനസ് താഴെയുണ്ട്. √2 ഇൻറ്റു √2 2 വരും അല്ലെ? √2 ഇൻറ്റു √2 i ഇൻറ്റു i സ്ക്വയർ. This is equal to -7√2i by i square -1 i square -1 -1 into -2 2 എന്ന് വരും. -1 into -2 2. 2ഉം √2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ -7 by √2 2ഉം വെട്ടിക്കഴിഞ്ഞാൽ താഴെ √2 വരും. -7 by √2i -7 by √2i എന്ന ആൻസർ കിട്ടും. -7 by √2i. റിയൽ പാർട്ട് 0 ആണ് കേട്ടോ. റിയൽ പാർട്ട് 0 -7 by √2i 0 -7 by √2i. കംപ്ലീറ്റ് ചെയ്തോളുക. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. സാർ ആ പറഞ്ഞോ നിസ. ഈ ഐ കൊണ്ട് എന്ത് ചെയ്യാവോ മുകളിലും താഴെ? ചെയ്യാം. അപ്പൊ കിട്ടുന്ന ആൻസർ വേറെ അല്ലേ? അല്ല, എനിക്ക് 7 by -√2 എന്നാണ് കിട്ടിയ. 7 by 7i by -√2. 7i by -√2. ഈ മൈനസ് എവിടെ കിടന്നാലും കുഴപ്പമില്ല. താഴെ കിടക്കണ മൈനസിന്റെ മുകളിലേക്ക് എത്തി കഴിഞ്ഞ് ആൻസർ ആയില്ലേ? മൈനസ് നമുക്ക് എവിടെ ഉള്ളൂ കേട്ടോ. ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ റാഷണൽ നമ്പറിനകത്ത് മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലോ താഴെയോ ഇടാം. സാധാരണ നമ്മൾ ചെയ്യേണ്ടത് മുകളിലേക്ക് മാറ്റും. താഴെ കിട്ടിയാലും മുകളിലേക്ക് മാറ്റിയിടും. ഇപ്പൊ -1/2 അങ്ങനെ നമ്മൾ പറയുള്ളൂ. അല്ലാണ്ട് നമ്മൾ 1/-2 1/-2 എന്ന് പറഞ്ഞാൽ അത് -1/2 തന്നെയാണ്. മൈനസ് മുകളിലിട്ട് പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ സ്റ്റൈല്. കഴിഞ്ഞ പിള്ളേരെ ഇത്രയും കഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ തീർക്കാവുന്നേ ഉള്ളൂ. എഴുതി കഴിഞ്ഞോ നിങ്ങള്? എഴുതി കഴിഞ്ഞെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചേ. ഇവിടെ നമുക്ക് 7 by √2i എന്ന് കിട്ടിയല്ലോ. അത് ഈ സ്റ്റെപ്പ് കേട്ടോ. ഇതേണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങ് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. 7 by √2 1/i ആണ് പിന്നെ ഇവിടെ ഉള്ളത്. 7 by √2 എടുത്താൽ പിന്നെ 1/i ഉണ്ട്. 1/iയുടെ വാല്യൂ -i ആണ്. 1/i എന്ന് പറഞ്ഞാൽ -i. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാവുന്ന കാര്യമുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? 7 by √2 പിന്നെ ബാക്കി 1/i ആണുള്ളത്. 1/iയുടെ വാല്യൂ -i ആണ്. 1/i ഈക്വൽ ടു -i. ഒറ്റ സ്റ്റെപ്പിൽ അവിടെ തീർക്കാം. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എങ്ങനെ ചെയ്താലും ഒരു ആൻസർ തന്നെ കിട്ടും. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. കോംപ്ലക്സ് നമ്പറിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളുക. അബിയ എന്തെങ്കിലും ചോദിക്കാൻ അബിയ? ഇല്ല. ശരി, നാളെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരണം കേട്ടോ. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ഫ്രഷ് പേജ് എടുത്ത് അടുത്ത ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുത്തുള്ളൂ കേട്ടോ. ചാപ്റ്റർ 6 ലീനിയർ ഇൻഇക്വാളിറ്റീസ്. Chapter 6 Linear Inequalities.
Chapter 6, Linear Inequalities. Linear inequalities. എന്താ മക്കളെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ് ആൽഫിയ? ഇക്വേഷൻ എന്ന് പറഞ്ഞ രണ്ട് എക്സ്പ്രഷൻസിന് ഈക്വൽ ടു സൈൻ ഇട്ടേക്കണേ. ഈക്വൽ ടു സൈൻ. രണ്ട് എക്സ്പ്രഷൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. രണ്ട് എക്സ്പ്രഷൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഈക്വൽ ടു സൈൻ വന്നാൽ മതി. ഈക്വൽ ടു സൈൻ വന്നിട്ടുണ്ടെങ്കിൽ, ഈക്വൽ ടു സൈൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്വേഷനായി. നമ്മൾ എഴുതുന്ന കാര്യത്തിനകത്ത് ഒരു ഈക്വൽ ടു എന്നുള്ള ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്വേഷൻ ആണ്. ദെൻ നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് ഇൻ ഇക്വാളിറ്റി എന്നാണ് കേട്ടോ. ഇൻ ഇക്വാളിറ്റി. എന്താ ഇൻ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ? ഇൻ ഇക്വാളിറ്റി എന്തായിരിക്കും? എന്തായിരിക്കും ദേവിക ഇൻ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ? ഈക്വൽ അല്ലാത്തല്ലേ? ഈക്വൽ അല്ലാത്ത. ഈക്വൽ അല്ലാത്ത എന്ന് പറഞ്ഞാൽ പകരം എന്തായിരിക്കും വരുന്നത്? ഒരു ഇക്വേഷൻ പറഞ്ഞ ദേവിക, ഒരു ഇക്വേഷൻ. ഐഡന്റിറ്റി പറഞ്ഞാൽ മതി. ആ എന്തെങ്കിലും പറഞ്ഞോ. a plus b whole square is equal to a plus b the whole square equal to a square plus 2ab plus b square. ശരി. ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി. ശരി. ഇത് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മാറ്റുന്നു കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ഇക്വേഷൻ എഴുതി. എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5 ഇക്വേഷൻ ആണോ? അത് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറുതെടുത്തുന്നുള്ളൂ കേട്ടോ. എക്സ് ഈക്വൽ ടു 5 ഇക്വേഷൻ അല്ലേ? ദെൻ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇൻഇക്വാളിറ്റീസ് പറയാമോ? എങ്ങനെ കിട്ടും ഇൻഇക്വാളിറ്റി? ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയപ്പോൾ ഇക്വാളിറ്റി. ഈക്വൽ ആണ്. രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആയി. രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആയപ്പോൾ ഇക്വാളിറ്റി ആയി. ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാര്യങ്ങൾ ഈക്വൽ അല്ല. ഇൻഇക്വാളിറ്റി ഈക്വൽ അല്ല. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? എങ്ങനെയാ നെസ്റിനെ? ഗ്രേറ്റർ ദാൻ സൈൻ ഒക്കെ തന്നെയാണ്. ആ ഗ്രേറ്റർ ദാൻ പറയാം. പിന്നെ ലെസ് ദാൻ 5 മാർഗമുണ്ട് കേട്ടോ. എക്സ് ലെസ് ദാൻ 5 എന്ന് പറയാം. എക്സ് 5ൽ താഴെയാണെന്ന് പറയാം. എക്സ് ലെസ് ദാൻ 5. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയാം. ലെസ് ദാൻ 5 ആന്ന് പറയാം. അതായത് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 5ൽ താഴെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാലോ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 5ൽ താഴെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാലോ എന്താ ഹരി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 5ഉം ഇൻക്ലൂഡ് ചെയ്യും. 5ഉം അതിൽ താഴെയും. 5ഓ അതിൽ താഴെയോ കേട്ടോ. ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 മാത്രം. എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5 മാത്രമേ ഉള്ളൂ. എക്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാലോ 5ൽ താഴെയുള്ള എല്ലാവരും. 5ൽ താഴെയുള്ള എല്ലാവരും വരും. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5ഉം അതിൽ താഴെയുള്ളവരും. അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയാം. എക്സ് 5ൽ കൂടുതൽ. അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയാം. അല്ലെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു 5 എന്ന് പറയാം. 5 സിമ്പിൾ ഉണ്ട് കേട്ടോ. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഈ 5 സിമ്പിളാണ് ഇൻ ഇക്വാളിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു സൈനിന് പകരം നടുക്ക് വരുന്ന സൈൻ ഈക്വൽ ടു ആണെങ്കിൽ ഇക്വേഷൻ. ഈക്വൽ ടു അല്ലാതെ ഈ 5 സൈനിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഇക്വാളിറ്റിയിൽ വരും. ലെസ് ദാൻ ആവാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകാം, ഗ്രേറ്റർ ദാൻ ആകാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകാം, നോട്ട് ഈക്വൽ ടു ആകാം, നോട്ട് ഈക്വൽ ടു ആകാം. എക്സ് ഈക്വൽ ടു 5 വേണമെങ്കിൽ എഴുതാം. എക്സ് പ്ലസ് വൈ വേണ്ട, ഒരെണ്ണം മതി തൽക്കാലം. 5x പ്ലസ് 2
ലെസ് ദാൻ 10. 5x plus 2 ലെസ് ദാൻ 10. അല്ലെങ്കിൽ x minus 5 ഗ്രേറ്റർ ദാൻ 25. അങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിലും ആവാം കേട്ടോ. ഈക്വൽ ടു വരരുത്. ഈക്വൽ ടുവിന് പകരം ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവോ നോട്ട് ഈക്വൽ ടുവോ ഇങ്ങനെയുള്ള സിമ്പിൾസ് ഏതെങ്കിലുമാണ് വരുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻഇക്വാളിറ്റി എന്ന് പറയും. ഇൻഇക്വാളിറ്റി. നമ്മുടെ ഹെഡിങ് ലീനിയർ ഇൻഇക്വാളിറ്റി എന്നാണ് കേട്ടോ. ലീനിയർ ഇൻഇക്വാളിറ്റി. എന്താണ് ലീനിയർ? ലീനിയർ എന്താ വേർഡ് ലീനിയറിന്റെ മീനിങ്? എന്തായിരിക്കും വേർഡ് ലീനിയർ? എന്താ മുസ്തഫ? മുസ്തഫ 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി എന്താണ് നീ അത് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ അല്ലല്ലോടാ. അങ്ങനെ കണ്ട എനിക്ക് അങ്ങനെ കണ്ട കേട്ടങ്ങനെ കണ്ട ലീനിയർ അങ്ങനെ കണ്ട് കേട്ടിട്ടുണ്ട്. ലീനിയർ 180 ഡിഗ്രി തെറ്റെന്ന് പറയുന്നില്ല, പക്ഷെ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ലീനിയർ ഒരു ഇക്വേഷൻ ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിട്ട് ബന്ധമില്ലോ. ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ബന്ധമില്ല എന്ന് ഞാൻ തീർത്തും പറയണില്ല കേട്ടോ, തീർത്തും പറയണില്ല. നമുക്കതിൽ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇക്വേഷൻ ലീനിയർ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അനീറ്റ? സാർ അത് ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സൈൻ ഇല്ലാത്ത ഈക്വൽ ടു ഉള്ള ഇക്വേഷൻസ് ആണ്. ഗ്രേറ്റർ ദാനും ഈ ലെസ് ദാൻ സൈൻ ഇല്ലാത്ത ഈക്വൽ ടു ഉള്ള ഇക്വേഷൻസ്. ഈക്വൽ ടു നമ്മൾ വിട്ടു. ഈക്വൽ ടു അല്ല നമ്മൾ ഇവിടെ പഠിക്കണത് കേട്ടോ. ഈക്വൽ ടു എന്നുള്ള പരിപാടി വിട്ടിട്ട് നമ്മൾ എന്താക്കി? ഇൻഇക്വാലിറ്റീസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്നല്ലേ ഇപ്പൊ നമ്മൾ ഹെഡിങ് എഴുതിയേക്കണത്. അപ്പൊ നമുക്കറിയേണ്ടതാണ് ലീനിയർ ഇൻഇക്വാളിറ്റി. ലീനിയറിനെ പറ്റിയാണ് അറിയേണ്ടത്. ഇൻഇക്വാളിറ്റി ലീനിയർ ആണെന്ന് പറയുന്നത് എപ്പോഴാകുന്നത് ലീനിയർ ആകുന്നത്. അല്ലെങ്കിൽ ഇക്വേഷൻ ലീനിയർ എപ്പോഴാണെന്ന് പറഞ്ഞോ. ഇക്വേഷൻ എപ്പോഴാണ് ലീനിയർ ആവുന്നത്? ഒരു ഇക്വേഷൻ ലീനിയർ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ലെസ് ദാനും ഗ്രേറ്റർ ദാനും സൈൻ ഇല്ലാത്തപ്പോഴാണ്. അല്ല, അറിയില്ല സാർ. ഒരു ഇക്വേഷൻ ലീനിയർ ആണെന്ന് പറയുന്നത് ഈ ലീനിയർ ഇക്വേഷൻ അല്ലാത്ത ഇക്വേഷൻ ഉണ്ടോ? അലീഫ ഉണ്ട്. ശരി, അനീറ്റ ഉത്തരം പറഞ്ഞു. അതെന്ത് ഇക്വേഷൻ അനീറ്റ? അതറിയില്ല. ലീനിയർ അല്ലാത്ത ഉണ്ട്. ശരി, ഏതാന്നറിയില്ല. അലീഫ ലീനിയർ അല്ലാത്ത ഇക്വേഷൻ ഉണ്ടോ മോളെ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പിന്നെ വേറെ ഉണ്ടോ? ഓർക്കണില്ല. പേരറിയില്ല. ശരി ശരി, ഗുഡ്. വേറെ ഉണ്ട്. ഖലീഫയ്ക്ക് പേരറിയാൻ പാടില്ല എന്നുള്ളൂ. വേറെ ഉണ്ട് കേട്ടോ. ക്വാഡ്രാറ്റിക്, ക്യൂബിക്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. എപ്പോഴാ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണെന്ന് പറയണേ? ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണെന്ന് പറഞ്ഞ എപ്പോഴാ നന്ദന? ഒരു ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണെന്ന് പറയുന്ന എപ്പോഴാ? ക്വാഡ്രാറ്റിക് എന്ന് പറയണ അതൊരു എനിക്കറിയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സാമ്പിൾ പറയാമോ? മൈനസ് റൂട്ട് -4
into AB square by റൂട്ട് -4 ഇൻറ്റു അല്ലല്ല minus B square is equal to root 4 square plus or minus അയ്യോ അങ്ങനെയല്ല. ഇതെന്തൊക്കെയാ നന്ദന പറയണേ? എന്താ ആൽഫിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാ? എക്സിന്റെ പവർ 2 ആയിരിക്കും. എക്സിന്റെ പവർ 2 ആയിരിക്കണം. എക്സിന്റെ പവർ 2 എന്ന് പറഞ്ഞാൽ മാക്സിമം വരുന്ന പവർ കേട്ടോ. എക്സിന്റെ മാക്സിമം വരുന്ന പവർ 2 ആയിരിക്കണം. എക്സിന്റെ പവർ 2 ആണെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്ററിൽ ക്വാഡ്രാറ്റിക് എടുത്തിട്ടും ക്യൂബിക് എടുത്തും ഒക്കെ നിങ്ങളെ കൊണ്ട് ഗ്രാഫ് വരപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചേക്കുന്ന കാര്യം തന്നെയാണ്. എക്സിന്റെ പവർ 2 ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷന് പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എക്സ് ക്യൂബ് മൈനസ് 5x² പ്ലസ് 2 ഈക്വൽ ടു 7. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ഇവിടെ വന്നിരിക്കുന്ന മാക്സിമം പവർ 2 ആണ്. എക്സിന്റെ മാക്സിമം പവർ 2 ആണെങ്കിൽ അതിന് ക്വാഡ്രാറ്റിക് എന്ന് പറയും. പവർ 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പവർ 3 ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയും. പവർ 3 ആണെങ്കിൽ ക്യൂബിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ പോയത്. നിങ്ങൾ പറയാത്തോണ്ട് വേറെ വഴിക്ക് പോയതാ. ലീനിയർ ഇക്വേഷൻ എന്തായിരിക്കും അനീറ്റ? പറയാമോ അനീറ്റ? അറിയില്ല സാർ. ശരി ആലിയ? സാർ എക്സ് മാത്രമാണോ? എക്സ് മാത്രം എന്ന് പറയാൻ പറ്റില്ല. വൈ വേണമെങ്കിൽ വരാം. എക്സിന് പവർ ഇല്ല. എക്സിന് പവർ ഇല്ല. എക്സിന് പവർ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും എക്സ് ഇല്ല, എക്സേ ഇല്ല. അല്ല എക്സ് സ്ക്വയർ അല്ല, എക്സ് മാത്രമായിട്ട് x1 ഒന്നിന്റെ പവറേ ഉള്ളൂ. അതിനിപ്പോ പവർ 1 എന്നല്ലേ എന്റെ അർത്ഥം? പവർ 1 പവർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയി പോയില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ പിന്നെ ടൈം ഇല്ല. x⁻0 എത്രയാ? 1 അല്ലേ? എനിത്തിങ് റേസ് ടു 0 ഈക്വൽ ടു 1 ആണ്. എനിത്തിങ് റേസ് ടു 0 ഈക്വൽ ടു 1. പവർ 1 ആയിട്ട് വരുന്നത് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ 1 ആയിരിക്കും. ഇപ്പോൾ x ഈക്വൽ ടു അല്ലെങ്കിൽ x+5 ഈക്വൽ ടു 10. ഇത് ലീനിയർ ഇക്വേഷൻ ആണ്. x+5 ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ലീനിയർ ഇക്വേഷൻ ആണ്. ദെൻ x+y ഈക്വൽ ടു 7. ഇതും ലീനിയർ ഇക്വേഷൻ ആണ് കേട്ടോ. ഇവിടെ 2 വേരിയബിൾ ഉണ്ടെന്നുള്ളൂ. ഇവ തമ്മിലുള്ള വ്യത്യാസം ആദ്യം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒറ്റ വേരിയബിളേ ഉള്ളൂ. ഒരു വേരിയബിൾ എക്സ്. ഇത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 2 വേരിയബിൾ ഉണ്ട്. 2 വേരിയബിൾ എക്സും വൈയും 2 വേരിയബിൾ ഉണ്ട്. 2 വേരിയബിൾ ഇക്വേഷൻ. തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒറ്റ വേരിയബിളിൽ നോക്കാം. 2 വേരിയബിൾ ഉള്ളതും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഒരു വേരിയബിൾ കഴിഞ്ഞിട്ട് നമുക്ക് 2 വേരിയബിളിലേക്ക് വരാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ ഹെഡിങ്ങേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ലീനിയർ ഇൻഇക്വാളിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. ലീനിയർ ഇൻഇക്വാളിറ്റി. അപ്പൊ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്ത് വരണം ഇൻഇക്വാളിറ്റി ആവണമെങ്കിൽ? വിമാനവാസെ എന്തൊക്കെയാ വന്ന ഇൻഇക്വാളിറ്റി ആവുന്ന പറഞ്ഞേക്കണേ? ഈക്വൽ ടുവിന് പകരം ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു അങ്ങനെ കാണാറില്ല കേട്ടോ. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നാണ് അർത്ഥം. അപ്പൊ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു സാധനം വന്നാൽ ഇൻഇക്വാളിറ്റി ആയി. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇൻഇക്വാളിറ്റീസ് എല്ലാം ലീനിയർ ആണ്. ഇവിടെ ലീനിയറേ പഠിക്കാനുള്ളൂ കേട്ടോ. ലീനിയർ ഇൻഇക്വാളിറ്റി, അതായത് ആ ഇൻഇക്വാളിറ്റിക്കകത്ത് വേരിയബിൾസിന്റെ പവർ 1 ആയിരിക്കും. മനസ്സിലായോ? ഇൻഇക്വാളിറ്റിക്കകത്ത് വേരിയബിൾസിന്റെ പവർ 1 ആയിട്ട് വരുന്നത്. ഇപ്പൊ x⁻1 അങ്ങനെ 1 ആയിട്ട് വരുന്നതേ നമുക്ക് പഠിക്കാനുള്ളൂ. അതാണ് ലീനിയർ ഇൻഇക്വാളിറ്റി. x² x⁻3 ഒന്നും നമുക്ക് പഠിക്കാനില്ല കേട്ടോ. പഠിക്കാനില്ല. ശരി, നമുക്കിനി ഒരു ലീനിയർ ഇൻഇക്വാളിറ്റി ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ആദ്യം ശ്രദ്ധിക്കട്ടെ. കഴിഞ്ഞിട്ട് ഞാൻ x+2 ഈക്വൽ ടു 5 ഇക്വേഷൻ ആണേ. x+2 ഈക്വൽ ടു 5. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു തന്നെ. x+2 ഈക്വൽ ടു 5 എന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ
ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് കേട്ടോ. ഞാൻ തന്നിരിക്കുന്നത് ലീനിയർ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തായിരിക്കും അദീന? സാർ x plus 2 is equal to 5, x is equal to 5 minus 2 3 എഴുതാൻ പറ്റില്ലേ? കേട്ടില്ല മോളെ? 3 അല്ലേ? 3 ആണ്. ശരി, x ഈക്വൽ ടു 3. x ഈക്വൽ ടു 3. എന്തുകൊണ്ടാ x ഈക്വൽ ടു 3 സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞത് അദീന? x ഈക്വൽ ടു 3 സൊല്യൂഷൻ ആണെന്ന് പറയാനുള്ള കാരണം എന്താ? എക്സിനോട് 3 കിട്ടുന്ന x അവിടെ നിന്ന് കണ്ടുപിടിച്ചപ്പോ 3 കിട്ടി. x കണ്ടുപിടിച്ചപ്പോ 3 കിട്ടി. ശരി, അല്ലെങ്കിൽ ആ ഇക്വേഷനകത്ത് ഞാൻ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞാൽ മതി. ആ ഇക്വേഷനകത്ത് 3 കൊടുത്താൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണ്, ആണോ? എക്സിന് പകരം 3 കൊടുത്താൽ എന്ത് വരും? എക്സിന് പകരം ഞാൻ ഇവിടെ 3 എന്ന് കൊടുത്താൽ 3 പ്ലസ് 2 ഈക്വൽ ടു 5. 3 പ്ലസ് 2 ഈക്വൽ ടു 5. ശരിയല്ലേ? ശരിയാണ്. ഇനി എക്സിന് പകരം ഞാൻ 3 അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആക്കി പറയാൻ പറ്റുമോ? ഇല്ല. 3 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്താൽ ആ ഇക്വേഷൻ കറക്റ്റ് ആകുമോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. പറ പിള്ളേരെ, മറുപടി പറ. 3 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്താൽ ആ ഇക്വേഷൻ ശരിയാകുമോ? ഓ സാലിഹേ? ഇല്ല. 3 മാത്രമേ ഉള്ളൂ കേട്ടോ സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ ആണ്. ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. x ഈക്വൽ ടു 3 ഈസ് ദി യുണീക് സൊല്യൂഷൻ. ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. x ഈക്വൽ ടു 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. x ഈക്വൽ ടു 3 കൊടുത്താൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. x ഈക്വൽ ടു 3 മാത്രമാണ് സൊല്യൂഷൻ. ദെൻ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഇന്നിക്വാളിറ്റി കേട്ടോ, ഈ സെയിം ഇക്വേഷനെ ഇന്നിക്വാളിറ്റിക്ക് മാറ്റാൻ പോവാണ്. x പ്ലസ് 2 ലെസ് ദാൻ 5. x പ്ലസ് 2 ലെസ് ദാൻ 5. ഇപ്പൊ അത് ഇന്നിക്വാളിറ്റി ആക്കി മാറി. x പ്ലസ് 2 ലെസ് ദാൻ 5. ഇതിന്റെ സൊല്യൂഷൻ കാണണം. എന്ത് വരും ഇതിന്റെ സൊല്യൂഷൻ? എന്തായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്? എന്തായിരിക്കും ആൽഫിയ? എക്സ് ഗ്രേറ്റർ ദാൻ 5, പക്ഷേ ലെസ് ദാൻ 5 അങ്ങനെയാണോ? എക്സ് ലെസ് ദാൻ 5. അല്ല, ഞാൻ ചോദിക്കട്ടെ ആൽഫിയ, നമ്മൾ ഇങ്ങോട്ട് ഇവിടെ ആൻസർ എഴുതിയോളൂ. ഈ x പ്ലസ് 2 ഈക്വൽ ടു 5 നിങ്ങൾ എങ്ങനെയാ സോൾവ് ചെയ്യണേ? x is equal to 5 minus 2. x ഈക്വൽ ടു 5 മൈനസ് 2. അപ്പോൾ x ഈക്വൽ ടു 3. അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോ x ലെസ് ദാൻ 5. ഇവിടെ ഈക്വൽ ടു കിടന്നപ്പോ ഈക്വൽ ടു 2. ശരിയല്ലേ? ഇവിടെ ഈക്വൽ ടു സൈൻ ആയിരുന്നപ്പോൾ ഇവിടെ x ഈക്വൽ ടു അങ്ങനെ ചെയ്തു പോയി. അവിടെ ഈക്വൽ ടു സൈൻ ആയതുകൊണ്ട് നിങ്ങൾ ഈക്വൽ ടു കൊടുത്തു. ഈക്വൽ ടുവിന് പകരം വേറെ ഏതെങ്കിലും സൈൻ ആണെങ്കിൽ അത് തന്നെ കൊടുത്തോളുക കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. ഈക്വൽ ടുവിന് പകരം വേറെ ഏതെങ്കിലും സൈൻ ആണെങ്കിലും അത് ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ, അത് തന്നെ കൊടുത്താൽ മതി. പറഞ്ഞോ. x 5 minus 2. x ലെസ് ദാൻ 5 മൈനസ് 2. എന്തോരും? x less than 3. x ലെസ് ദാൻ 3. x ലെസ് ദാൻ 3. x ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എക്സിന് എത്ര വാല്യൂ ഉണ്ട്? 3 വാല്യൂ ഇല്ല, 1 2 3. 1 2 3. ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ 3 വരുമോ? ഇല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എഴുതണ്ടേ? അല്ല, ഇവിടെ അങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെ എവിടെന്നാ? അല്ല, ഇവിടെ സിമ്പിൾ അല്ലേ ഉള്ളൂ. 3 എന്ന് പറഞ്ഞാൽ ഇവിടെ ലെസ് ദാനേ ഉള്ളൂ. x പ്ലസ് 2 ലെസ് ദാൻ 5 ആണ്. അപ്പോ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. 2 വരും. 1 അല്ലെങ്കിൽ 2 വരും. എന്തുകൊണ്ട് 0 വരില്ല? 0 വന്നിട്ടുണ്ടെങ്കിൽ അറിയില്ല. ആൽഫ എന്തുകൊണ്ടാ 1 2 എന്ന് പറഞ്ഞത്? 1 2 അതായത് നിങ്ങളുടെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആ കൊച്ചു പിള്ളേരെന്നുള്ള ഇത് മാറിയിട്ടോ.
നിങ്ങളെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ല. ഇപ്പോഴും നിങ്ങൾക്ക് 3യുടെ താഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ഉള്ളൂ. 3യുടെ താഴെയുള്ള നമ്പർ 2 ആണ്. 2വിന്റെ താഴെയുള്ള നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ആണ്. അതിൽ നിന്ന് നിങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ആ 2ാമത്തെ ചാപ്റ്ററൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ എന്തോരം പ്രാവശ്യം പറഞ്ഞതാ. ഞാൻ പറഞ്ഞു മടുത്തതാ കേട്ടോ. ഞാൻ പറഞ്ഞു മടുത്ത കേസാണത്. 3യുടെ താഴെ എന്ന് പറഞ്ഞാൽ 2 അല്ല. 3യുടെ താഴെ 2 ആവണമെങ്കിൽ ഒന്നുകിൽ ഇന്റിജർ ആവണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി നമ്പേഴ്സ് ഉണ്ടെന്നേ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആവണം അല്ലെ. അങ്ങനെ വന്നാലാണ് 3യുടെ താഴെ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ റിയൽ നമ്പർ ആണ്. റിയൽ നമ്പേഴ്സ് ഇഷ്ടം പോലെ നമ്പർ ഉണ്ട്. ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയും കേട്ടോ. ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയും നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഇന്റിജർ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പറോ ഇന്റിജർ ഒക്കെ ആണെങ്കിൽ 3യുടെ താഴെ 2 ഉള്ളൂ. 2വിന്റെ താഴെ 1 ഉള്ളൂ. 1ന്റെ താഴെ ഇന്റിജർ ആണെങ്കിൽ 0 ഉണ്ട്. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ 3യുടെ താഴെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമ്പർ ഉണ്ട് കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ ആണെങ്കിൽ 3യുടെ താഴെ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ട്. ശരിക്കും നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. x<3 നമ്മുടെ ഇൻഇക്വാളിറ്റി ഞാൻ വീണ്ടും ഇവിടെ ഒന്നുകൂടി എഴുതിയേക്കാം. x+2 <5 എന്നാണ് കേട്ടോ. ഞാൻ 3യുടെ താഴെയുള്ള നമ്പർ കൊടുക്കാം. 3യുടെ താഴെ 2 കൊടുത്തേ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 3യുടെ താഴെ 2 കൊടുത്താൽ ഈ ഇൻഇക്വാളിറ്റി ശരിയാണോ നോക്കി. 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻഇക്വാളിറ്റി കറക്റ്റ് ആണോ? പെട്ടെന്ന് പറഞ്ഞു പിള്ളേരെ. കറക്റ്റ് അല്ലേ? 2 + 2 എന്ത് വരും? 4. ഒരു സെക്കൻഡ് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? ഇപ്പൊ ബോർഡ് കാണാമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കാണാം. ഓക്കെ. ശരി. ഓക്കെ. ദെൻ ഇവിടെ നിന്ന് 2 കൊടുത്താൽ 3യുടെ താഴെ ഞാൻ എക്സിന് 2 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 + 2 <4. 2 + 2 <5. ശരിയല്ലേ? ഇൻഇക്വാളിറ്റി കറക്റ്റ് അല്ലേ? ആണ്. ഒരു 2.5 കൊടുത്താലോ? എക്സിന് ഞാൻ 2.5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഇക്വാളിറ്റി ശരിയാണോ? 2.5 + 2 4.5. 4.5 <5. കറക്റ്റ് ആണോ? നിങ്ങൾ അനങ്ങാണ്ടിരിക്കണേ. കറക്റ്റ് ആണ്. ശരി. ഞാൻ 0 എന്ന് കൊടുത്തുട്ടോ. എക്സിന് 0 എന്ന് കൊടുത്താലോ? 0 + 2 <5. ശരിയാണോ? ആണോ ഭീമ? ശരി. ഞാൻ -1 കൊടുത്തു. എക്സിന് -1 കൊടുത്തു. -1 കൊടുത്താൽ -1 + 2 <5. ശരിയാണോ? ആണ്. ഞാനൊരു -100 കൊടുത്തു കേട്ടോ. എക്സിന് -100 കൊടുത്താൽ -100 + 2 <5. കറക്റ്റ് ആണോ? ആണോ നിസ? കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ഇൻഇക്വാളിറ്റിക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ട്. ശരിയല്ലേ? ഈ 3യുടെ താഴത്തേക്കുള്ള ഏത് നമ്പർ കൊടുത്താലും അത് ശരിയല്ലേ? അതായത് ഒന്നുകൂടെ ഇവിടെ എഴുതാം, മാറ്റി എഴുതാം. x+2 = 5 ആയപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ x = 3 എന്ന് പറഞ്ഞു. വേറെ ഒറ്റ സൊല്യൂഷനും ഇല്ല. x+2 = 5 ആയപ്പോൾ x+2 = 5 ആണെങ്കിൽ x = 3 മാത്രമാണ് സൊല്യൂഷൻ. ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഇനി അത് ഒരു ഇൻഇക്വാളിറ്റി ആയപ്പോൾ, ഇൻഇക്വാളിറ്റി x+2 <5 എന്നായപ്പോൾ നമ്മുടെ ആൻസർ x <3 എന്നാ. ആൻസർ x <3. അതായത് 3യുടെ താഴത്തേക്കുള്ള എല്ലാവരും, 3യുടെ താഴത്തേക്കുള്ള ഏത് നമ്പർ കൊടുത്താലും ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. 3യുടെ താഴെ വരുന്ന ഏത് നമ്പർ കൊടുത്താലും ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. അതായത് ഇവിടെ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇനി ഗ്രേറ്റർ ദാൻ കൊടുത്താലോ അങ്ങനെ തന്നെ വരും കേട്ടോ. ഇപ്പൊ x+2 > 5 ആണെങ്കിലോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? x+2 > 5 സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും ഫാദേ? സർ എക്സിന് വാല്യൂ കറക്റ്റ് ആണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നീ പറഞ്ഞേ? 3. x = 3. x = 3. നിനക്ക് എങ്ങനെ കിട്ടിയത്?
സാർ 3 കൂടെ 2 കഴിയുമ്പോൾ അല്ല അല്ല സാർ 3 അല്ല. നീ എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യണേ? നീ ചുമ്മാ ഗസ് ചെയ്തൊരു ആൻസർ പറയാനല്ല ഞാൻ പറഞ്ഞത്, ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. സാർ അപ്പൊ 3ന്റെ താഴെ വന്നു. 3ന്റെ താഴെ വന്നാം. നീ എന്തൊക്കെയാ ഫാദർ പറയണത്? ഞാൻ കുറച്ചു മുമ്പ് സോൾവ് ചെയ്ത് ലെസ് ദാന്റെ ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചതല്ലേ? ലെസ് ദാന്റെ ഈക്വൽ ടുന്റെ സോൾവ് ചെയ്ത് കാണിച്ചു, ലെസ് ദാൻ സോൾവ് ചെയ്ത് കാണിച്ചു, എന്നിട്ട് ആ സിമ്പിൾ മാറ്റി ഗ്രേറ്റർ ദാൻ ആക്കിയിട്ടാണ് നിന്നോട് ചോദിക്കണത്. നീ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നില്ല കേട്ടോ, നീ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നില്ല, അതാണ് കുഴപ്പം. നോക്കട്ടെ, ഡെല്ലൊക്കെ അറിയാമോ? ഡെല്ല ഇതെങ്ങനെ ഡെല്ല സോൾവ് ചെയ്യണേ? x+2 > 5 ആണെങ്കിൽ എങ്ങനെ കിട്ടി? x ഗ്രേറ്റർ ദാൻ ഒരു സ്റ്റെപ്പോടെയും പറഞ്ഞോ, ഒരു സ്റ്റെപ്പോടെയും പറഞ്ഞോ, കുഴപ്പമില്ല. x ഗ്രേറ്റർ ദാൻ 5 - 2. ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ x ഗ്രേറ്റർ ദാൻ 5 - 2, അപ്പോൾ x ഗ്രേറ്റർ ദാൻ 3. സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ തന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെയുള്ള സ്റ്റെപ്പുകൾ, വേറെ സ്റ്റെപ്പിന് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. തൽക്കാലം മാറ്റം ഉണ്ടോ ഞാൻ പറഞ്ഞോളാം. ഇപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. കോൺസ്റ്റന്റ് ഒക്കെ റൈറ്റിലുള്ളത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ളതാണെങ്കിൽ റൈറ്റിലേക്ക് കൊണ്ടുവരിക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും. സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ തന്നെ സോൾവ് ചെയ്യുക. ഇക്വേഷൻ ആണെങ്കിൽ അവിടെ ഈക്വൽ ടു സൈൻ ആയിരിക്കും. നമുക്ക് ഇൻഇക്വാലിറ്റി ആയതുകൊണ്ട് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഏതെങ്കിലും ആയിരിക്കും. അത് അവിടെ തന്നെ കിടന്നോട്ടെ, അത് അതുപോലെ തന്നെ കിടന്നോട്ടെ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അപ്പോൾ ഇവിടെ x ഗ്രേറ്റർ ദാൻ 3 എന്ന് വരും. x ഗ്രേറ്റർ ദാൻ 3, x ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 3യുടെ മുകളിലേക്കുള്ള സകലമാന നമ്പേഴ്സും, 3യുടെ മുകളിലേക്ക് വരുന്ന എല്ലാ നമ്പേഴ്സും അവിടെയും ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഇതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇക്വാളിറ്റി ആണെങ്കിൽ സൊല്യൂഷന്റെ എണ്ണം യുണീക്ക് ആയിരിക്കും. ഇക്വാളിറ്റി ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആണ്. ദെൻ ഇൻഇക്വാലിറ്റി ആയപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു സൊല്യൂഷന് പകരം ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇവിടെ എഴുതിയേക്കാണെങ്കിൽ x ഗ്രേറ്റർ ദാൻ 3, x ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 3യുടെ മുകളിലേക്കുള്ള എല്ലാ നമ്പറും സൊല്യൂഷൻ ആണ്. 3യുടെ മുകളിലേക്ക് വരുന്ന എല്ലാ നമ്പറും സൊല്യൂഷൻ. ആദ്യത്തിൽ പറഞ്ഞതിലാണെങ്കിൽ 3യുടെ താഴത്തേക്ക് വരുന്ന എല്ലാ നമ്പറും സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഒരു കാര്യം ചെയ്തേ, ജസ്റ്റ് ഇത്ര ഒന്ന് എഴുതി കേട്ടോ. എന്തോ ചോദിച്ചോ? ഈ ഇൻഇക്വാലിറ്റിയിൽ യൂണിക് സൊല്യൂഷൻ വരാൻ പാടില്ലേ? ഇൻഇക്വാലിറ്റിക്കകത്ത് യൂണിക് സൊല്യൂഷൻ വരില്ല. അപ്പോ ഇപ്പോ ആൻസർ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 3 and 2 4 and 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാത്രമല്ലേ സൊല്യൂഷൻ ആയിട്ട് വരുള്ളൂ? നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 4 and 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാത്രമല്ല അതിൽ അങ്ങനെ കണ്ടീഷൻസ് പറഞ്ഞ് നമുക്ക് ആക്കാം. കണ്ടീഷൻസ് പറഞ്ഞ് യൂണിക് സൊല്യൂഷൻ ആക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇതുപോലെ ജനറൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യൂണിക് സൊല്യൂഷൻ ഇല്ല. കണ്ടീഷൻസ് പറഞ്ഞാണ്, കണ്ടീഷൻസ് പറഞ്ഞാൽ നമുക്ക് ആക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. ഓക്കെ, കണ്ടീഷൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം. താഴെ ഒരു സെന്റൻസ് ഇതൊക്കെ ഇൻഇക്വാലിറ്റി എ സ്റ്റേറ്റ്മെന്റ് ഇൻവോൾവിംഗ് variables and the sign of inequality. A statement involving variables and the sign of inequality. A statement involving variables and sign of inequality bracket less than or equal to, greater than or equal to, not equal to. Less than or equal to, greater than or equal to, not equal to is called an inequality. Is called an inequality. തൽക്കാലം അത്ര നിൽക്കട്ടെ കേട്ടോ. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. കുറച്ച് കാര്യോടെയും പറയാനുണ്ട്. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir. ഓക്കെ, Thank you, sir. ഓക്കെ, Thank you, sir. ഓക്കെ. Sir.
ഈ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ഇക്വേഷനിൽ ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു 0 എന്ന കേസില്ലേ, അതിനൊരു എക്സാമ്പിൾ എനിക്ക് കാട്ടിത്തരാവോ? നാളെ ചെയ്തുതരാം കേട്ടോ. അതിന് എക്സാമ്പിൾ, അതിന് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 വന്നോ? ഈക്വൽ ടു 0 വന്നെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത്ര ചെയ്താൽ മതി, x - 3 ഹോൾ സ്ക്വയർ, x - 3 x സ്ക്വയർ മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9, x സ്ക്വയർ മൈനസ് 3 x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ചെയ്ത് നോക്കിയാൽ ശരിയാവുന്ന? ഇപ്പൊ തന്നെ ചെയ്യണോ? x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ശരിയായിക്കോളും, ചെയ്ത് നോക്കിക്കോട്ടോ. x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ആണോ? x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9. അപ്പൊ കിട്ടണ ആൻസർ 0 ആവുമ്പോ അതില് ഈക്വൽ റിയൽ റൂട്ട് എന്ന് പറഞ്ഞാൽ അതും എന്താന്ന് മനസ്സിലായില്ല സാർ. ഈക്വൽ റിയൽ റൂട്ട് ചെയ്തു നോക്കുമ്പോ എന്നെ ആൻസർ കിട്ടണെന്ന് നോക്കും നാളെ കേട്ടോ. അവിടെ നാളെ ചോദിച്ചോ. ശരി സാർ. ശരി.